5 മണി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ചോറിന് കൊണ്ടുപോകാനും ഒക്കെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായപ്പോൾ കടുകൊക്കെ ഇട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി 2 സവാള അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ ചപ്പാത്തിയാണ് കൊണ്ടുപോകുന്നത്. കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടിക്കോളും. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്, ഞാൻ പറയുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ രാത്രിയിൽ തന്നെ പുഴുങ്ങി ഇട്ടിട്ടുണ്ടായിരുന്നു. എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് അങ്ങനെ. പിന്നെ അത് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പുഴുങ്ങിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവിച്ചെടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. രാവിലെ കുറച്ച് തിരക്കൊക്കെ കാണുമല്ലോ, തിരക്കൊന്നും പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ടാണ് രാത്രി തന്നെ വേവിച്ചിട്ടത്. ഉരുളക്കിഴങ്ങൊക്കെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. വീണ്ടും അതുപോലെ തന്നെയാണ് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചായ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. സവാളയൊക്കെ വഴന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഉരുളക്കിഴങ്ങ് ഇടുന്നതിന് മുമ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണമായിരുന്നു, അത് മറന്നുപോയി. ഇനിയിപ്പോൾ എന്താണേലും അതങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ മഞ്ഞൾ കളറിന് വേണ്ടിയിട്ടാണ്. ചില സമയത്ത് ഞാൻ വെള്ള സ്റ്റൂ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇവിടെ എല്ലാവർക്കും താല്പര്യം ഈ കുറച്ച് മഞ്ഞളിൻ്റെ നിറമുള്ളതാണ്. അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്.
ഇവിടെ ചായക്ക് തേയില ഇട്ട് കൊടുക്കുകയാണ്. ചായ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചായ ഒഴിച്ചിട്ട് വരാവേ. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ് സ്റ്റൂവിന് കുറച്ച് അരപ്പ് റെഡിയാക്കാൻ പോവുകയാണ്. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക്. കുറച്ച് തേങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, കുറച്ച് പെരുംജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം, പറഞ്ഞാൽ പെരുംജീരകം എന്ന് പറഞ്ഞാൽ അറിയാൻ വയ്യാത്തെങ്കിൽ വലിയ ജീരകം, ഒരു ഏലക്ക, ഒരു ഗ്രാമ്പു ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടായിക്കഴിഞ്ഞാൽ കുത്തുന്ന ഒരു മണവും ഒരു ടേസ്റ്റും ഒക്കെ ആയിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുത്തത്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാൻ പോവുകയാണ്. അരപ്പ് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് വഴറ്റുന്നതിൽ, അത് കാരണം അതൊന്നും ചേർക്കാഞ്ഞത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഇതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിതുവരെ വെള്ളം ചേർത്തില്ലായിരുന്നു. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ഇവിടെ നിന്നൊന്ന് വെന്ത് കിട്ടട്ടെ. ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാനായിട്ട് നോക്കാം. മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ കുറച്ച് മുമ്പേ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ വേവുന്ന സമയം കൊണ്ട് ചപ്പാത്തി അങ്ങ് പരത്തിയെടുക്കാം. ഞാനിങ്ങനെ പരത്തിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് അടുക്കി അങ്ങ് വെക്കും. ചപ്പാത്തി റോളിംഗ് ഷീറ്റ് മേടിച്ചതിന് ശേഷം എനിക്ക് വളരെ ഈസിയാണ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട്. ഒട്ടിപ്പിടിക്കും എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട. ചപ്പാത്തി പലകയിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാവ് ഇട്ട് കൊടുക്കണം. ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. ആ ഒരു പ്രാവശ്യം മാവിൽ മുക്കിയിട്ടെടുത്താൽ മതി. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിനി അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഈ മിക്സിയുടെ ജാറിൽ തന്നെ കുറേ തേങ്ങയുടെ അരപ്പിരിപ്പുണ്ട്. വെള്ളം ചേർത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പച്ചവെള്ളം ഒന്നും എടുത്തൊഴിച്ചു കൊടുക്കരുത്. ഇതിന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. തിളയ്ക്കേണ്ട ആവശ്യമില്ല.
നന്നായിട്ട് ചൂടായി ആവിയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് തിളപ്പിക്കാത്തത്. പിന്നെ ഞാൻ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്, തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചത്, അതുകൊണ്ട് തിളയ്ക്കണമെന്ന് ഇല്ല. അപ്പം നമ്മൾ കറിയൊക്കെ സ്റ്റൗവിൽ നിന്ന് മാറ്റാൻ പോവുകയാണ്. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചപ്പാത്തിയൊക്കെ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരത്തിയത് ഞാനെടുത്തൊന്ന് മറിച്ച് ഇട്ടിട്ടുണ്ട്. ഏറ്റവും ആദ്യം പരത്തിയത് മുകളിൽ വരും, അല്ലെങ്കിൽ എല്ലാം കൂടെ ഇരുന്ന് അമുങ്ങി ഒന്നായി പോവും. ഇതാകുമ്പോൾ അങ്ങനെ സംഭവിക്കത്തില്ല, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് സ്റ്റൂവും. അപ്പോൾ ഈ ചെറിയ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.